എഫാത്താ 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 എഫാത്താ. കാതുകൾ തുറന്ന വചനം തിരുവചനം. കാതുകൾ തുറന്ന വചനം തിരുവചനം. ഉള്ളം നിറഞ്ഞു കേൾക്കാം, ഹൃദയം തുറന്നു കേൾക്കാം ഇന്നീ തിരുവചനം, ഇന്നീ മധുവചനം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എഫാത്താ 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 എഫാത്താ. ചേതനയിൽ ആത്മാവിൽ സന്ധിബന്ധങ്ങളിൽ തുളച്ചു കയറി വിവേചനത്തിൻ അഗ്നിയൊഴുക്കുന്നു. ഉള്ളം നിറഞ്ഞു കേൾക്കാം, ഹൃദയം തുറന്നു കേൾക്കാം ഇന്നീ തിരുവചനം, ഇന്നീ മധുവചനം. എഫാത്താ 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 എഫാത്താ. സമാധാനം നിങ്ങളോടുകൂടെ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന അധ്യായം 2:18 മുതലുള്ള തിരുവചനങ്ങള്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ ഒരു തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം നൽകി. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരലിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും.
പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, തന്നെയാണോ വന്നത്? അപ്പോഴവൻ പറഞ്ഞു, അതെ. ഞാൻ പിന്നെ ചോദിച്ചു, കല്യാണം കഴിച്ചതാണോ? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, ഒരു കുട്ടിയുണ്ട്, ഇപ്പം രണ്ടാമത്തെ കുട്ടിയാകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏതാണെങ്കിലും ആ സദ്വാർത്തയൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പെട്ടെന്ന് സൃഷ്ടിയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ദൈവത്തിൻ്റെ മനസ്സ് വളരെ മനോഹരമായിട്ട് ആ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ വളരെ നല്ലൊരു കാവ്യം അതിൻ്റെ അകത്ത് നമുക്ക് കാണാം. നമുക്കറിയാം, ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹം ദൈവം എന്തെല്ലാം ചിട്ടപ്പെടുത്തിയ ശേഷമാണ് മനുഷ്യനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് അവിടെ നമുക്ക് കാണാം. പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിച്ചു. മരങ്ങൾ സൃഷ്ടിച്ചു, പക്ഷികളെ സൃഷ്ടിച്ചു, പറവകളെ സൃഷ്ടിച്ചു, ജലത്തിലും ആകാശത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് എല്ലാം ഒരുക്കി, ധാരാളം ഫലമൂലാദികളെല്ലാം സൃഷ്ടിച്ച് ഏറ്റവും ഒടുവിലാണ് ദൈവത്തിന് ബോധോദയം ഉണ്ടായത് എന്നതാണ്. ഇവയെല്ലാം നോക്കി നടത്താൻ വേണ്ടി സ്വന്തം രൂപത്തിലും ഛായയിലും ദൈവത്തിൻ്റെ സ്വന്തം ശക്തിയോടുകൂടി ഒരാളെ ഈ ഭൂമിയിലേക്ക് വിടണം. അങ്ങനെ ദൈവം തമ്പുരാനൊരു വലിയ പരിപാടി നടത്തി. നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം എങ്ങനെയാ ഒരു വലിയ ശില്പിയെ പോലെ അന്ന് അവിടുന്ന് തന്നെ സൃഷ്ടിച്ച ഈ മണ്ണിൽ തന്നെ ഒരു വെള്ളമൊക്കെ കൂട്ടിക്കുഴച്ച് ദൈവം തമ്പുരാന് ഈ മനുഷ്യന് രൂപം കൊടുക്കുന്ന മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചഭൂതങ്ങൾ അവന് നമുക്കറിയാം ഒരു 80% മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് വെള്ളമാണെന്ന് പറയാറുണ്ട്. പിന്നെ അവന് കുറച്ച് കാറ്റുണ്ട്, വായുവുണ്ട്, പിന്നെ കുറച്ച് തീയുണ്ട് അവൻ്റെ അകത്ത്. ശരീരമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി കുറച്ച് അഗ്നി അതിൻ്റെ അകത്തുണ്ട്. വായുവും വെള്ളവും പിന്നെ നമ്മൾ കുഴച്ച് മണ്ണ് രൂപപ്പെടുത്തിയെങ്കിൽ നമ്മൾ എപ്പോഴും മണ്ണിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ മണ്ണുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. നമ്മൾ ഈ കെട്ടിടമാണെങ്കിലും മണ്ണിൽ തന്നെയാണ് ഉയർന്നു നിൽക്കുക. പിന്നെ നമ്മൾ കൈവീശിയാൽ ഇവിടെയെല്ലാം നമ്മുടെ ചുറ്റുമുള്ളത് ആകാശമാണ്. അപ്പം വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഈ വലിയ പഞ്ചഭൂതങ്ങളുടെ വലിയ സൃഷ്ടിയൊക്കെ നമുക്കറിയാം. അപ്പോൾ ദൈവം തമ്പുരാൻ ഈ സൃഷ്ടിയെല്ലാം നടത്തി പ്രപഞ്ചത്തിലെ എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞ ശേഷം എന്തോ ഒരു ചെറിയ കുറവ് മനുഷ്യന് ഉണ്ട് എന്ന് ദൈവത്തിന് തന്നെ മനസ്സിലായി. ഓരോന്നിനെയും ജീവജാലങ്ങളെല്ലാം കണ്ടു. മനോഹരമായ ആകാശത്തിലേക്ക് നോക്കിയാൽ എത്രയെല്ലാം തരത്തിലുള്ള പക്ഷികൾ, പച്ചപ്പക്ഷി, നീലപ്പക്ഷി, ചുമലപ്പക്ഷി, കറുത്ത പക്ഷി, ഇങ്ങനെ പക്ഷികൾ ഇഷ്ടം പോലെ. മൃഗങ്ങളാണെങ്കിൽ നമുക്കറിയാം എന്തെല്ലാം, ആനയെപ്പോലെ തുമ്പിക്കൈ നീണ്ടത്, ഏതെല്ലാം തരം. നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില ചാനലുകളൊക്കെ കണ്ടാൽ അറിയാം എന്തെല്ലാം അത്ഭുതങ്ങളുടെ ഒരു വലിയ സൃഷ്ടി പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. കടലിലേക്ക് എന്നാൽ അവിടെയെല്ലാം എന്തെല്ലാം ജീവികൾ, ഏതെല്ലാം സസ്യങ്ങൾ, എന്തൊരു അത്ഭുതമാണ്. പൂക്കൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായ പൂക്കൾ.
ദൈവം ഈ ഓരോ ചെറിയ സ്ഥലത്ത് നമ്മളൊന്ന് ചെറിയതായിട്ട് നോക്കിയാൽ, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ, ഈ കുഞ്ഞു ചെടിയിൽ പോലും കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ കാണുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കരവിരുതിൻ്റെ മഹാത്മ്യം. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പറ്റുകയില്ല. അതുപോലെ മനോഹരമായി പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം അലങ്കരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടീഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ദൈവമാണെന്ന് ഞാൻ പറയും. അവൻ വളരെ മനോഹരമായിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ ആടയാഭരണങ്ങൾ കൊണ്ട് ഇന്ന് ചിലപ്പം ചില സ്വർണ്ണ പരസ്യക്കാര് ചെയ്യുന്ന പോലെ അവർ ഈ സ്വർണ്ണം ഇട്ടാൽ വലിയ സുന്ദരിയാകുമെന്നൊക്കെ പറയുന്ന പോലെ ദൈവം തമ്പുരാൻ ഈ മനുഷ്യന് വേണ്ടി ഇതെല്ലാം, അവന് മടുപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഈ ലോകത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ എത്ര മനോഹരമായി സൃഷ്ടിച്ചെങ്കിൽ പോലും അവന് എന്തോ ഒരു കുറവ് ദൈവം മനസ്സിലാക്കി. അവൻ തന്നെ തനിക്കിണങ്ങിയ ഒരു തുണയെ കണ്ടില്ല. ഇത് ദൈവത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ദൈവം, നമുക്കറിയാം, അവന് ഒരു കൂട്ടാളിയെ കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതി അനുസരിച്ച് വന്നതാണ് ഈ കൂട്ടാളി. ആദ്യം ഈ കൂട്ടാളിയെ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രേമകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആദം പറഞ്ഞതാണെന്നാ പറയുക. അദ്ദേഹം പറഞ്ഞു, ഇതാ ഒടുവിൽ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പ്രിയേ നീ എൻ്റേതാണെന്ന് ആദം ഹവ്വയെ നോക്കി പറഞ്ഞു. വളരെ മനോഹരമായ പ്രേമകാവ്യം. അവരെല്ലാ ദിവസവും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവമൊക്കെ നമ്മൾ ഉൽപ്പത്തിയുടെ 1, 2, 3, 4 ഇതൊക്കെ വായിച്ചാൽ നമുക്ക് കാണാം. ദൈവവുമായിട്ട് ഇങ്ങനെ വലിയൊരു കൂട്ടായ്മയിൽ ജീവിച്ചിരുന്ന മനുഷ്യന് ഇടയ്ക്ക് നമുക്കറിയാം ഒരു പറ്റുപറ്റി. ദൈവത്തോട് കൂട്ടുചേർന്ന് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഇടക്കാലത്ത് ഒരു ചെറിയ പറ്റുപറ്റി, ഒരു അമളി പറ്റി. ദൈവത്തെ വിട്ട്, ദൈവത്തെ ഒന്ന് മാറ്റി നിർത്തി ജീവിച്ചാൽ സന്തോഷമുണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ എവിടുന്നോ സാത്താന്റെ വചനത്തിലൂടെ അവന്റെ മനസ്സിൽ കടന്നുകൂടി. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം നമുക്കറിയാം ഇവിടെയാണ്. ഇവിടെ ദൈവത്തിൻ്റെ കൂടെ നടന്നിരുന്നവര് വേറെ സ്വരം കേട്ടപ്പോൾ ഒളിച്ചിരിക്കാൻ പഠിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാതെ ഒളിച്ചിരിക്കാൻ അവർ ആഗ്രഹിച്ചു. അതിന്റെ ഫലം നമുക്കറിയാം. അസ്വസ്ഥത ഓരോ ദിവസവും കൂടി വന്നു. പിന്നീട് ഒന്നിനൊന്നിന് അസ്വസ്ഥരായി. ഇന്ന് ഹർത്താല് ആചരിക്കുന്ന ദിവസമാണ് കേരളത്തില്. നമ്മുടെ ഒരു സഹോദരന് കണ്ണൂര് വേറെ ചില സഹോദരന്മാരുടെ ബോംബേറിലും കത്തി കൊണ്ടുള്ള പ്രയോഗത്തിലും ജീവൻ നഷ്ടപ്പെട്ട ദിനമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ആദിമാതാപിതാക്കള് ദൈവത്തെ ധിക്കരിച്ചപ്പോൾ അവരിൽ ഉടലെടുത്ത ആ തിന്മയുടെ ആസക്തി ഇന്നും ഈ ലോകത്തില് വളർന്നുകൊണ്ടിരിക്കുന്നു. വെറുപ്പും വിദ്വേഷവും. കായേലും ആബേലും ആദത്തിന്റെ മക്കള് തമ്മിൽ വെറുപ്പുണ്ടായി. നമുക്കറിയാം, ജ്യേഷ്ഠന് അനുജനെ കൊന്നതുപോലെ ഇന്നും ഈ കൊലപാതകം. ഈ നിൽക്കുന്നത് എന്റെ സഹോദരനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആളുകള് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരില് പരസ്പരം ഭിന്നിച്ച് വഴക്കുണ്ടാക്കിയ ആളുകൾ തമ്മിൽ കൊല്ലുകയും കൊലവിളിയും നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ശക്തി ആ മക്കള് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ തൊട്ടാൽ നിന്നെ തട്ടും എന്ന് പറയുന്ന ആ ശൈലി നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഈ ശൈലിയിൽ നിന്നെല്ലാം എഫാത്ത കൂട്ടായ്മയിലേക്ക് വരുന്ന ഓരോ മകനും മകളും ദൈവസ്നേഹത്തിലേക്ക് ആദ്യമായിട്ട് അടുത്തു വന്ന് ദൈവസ്നേഹത്തിന്റെ വലിയ ശക്തി തിരിച്ചറിഞ്ഞ്, ദൈവസ്നേഹത്തിന്റെ ശക്തി
തിരിച്ചറിഞ്ഞ് പുതിയ ജീവിതത്തിൻ്റെ സാക്ഷികളാകാൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ ആ വിളിക്ക് നമ്മൾ യഥാർത്ഥത്തിൽ പ്രത്യുത്തരം നൽകി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവം തൻ്റെ കൂട്ടായ്മയിലേക്ക് ഒരു കുടുംബത്തെ വിളിച്ചു ചേർത്തെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി അതിനെ മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ ഓരോ ഭാര്യയും ഭർത്താവും ദൈവം ഞങ്ങളെ വിളിച്ചതാണ് എന്ന ബോധ്യം അവർക്ക് അവസാനം വരെ ഉണ്ടാകണം. നമ്മൾ ചിലപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടാൻ നോക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ ആ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഓരോ ദിവസവും ആ വചനം ശ്രവിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിലും ഒക്കെ ദൈവം തമ്പുരാന് ആ ശക്തിവിശേഷം തന്ന് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താൻ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കടന്നു വരാതെ സാത്താനെ അവനെ ഓടിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കരുത്തുള്ളവരായി മാറണം. നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താൻ്റെ വാക്കുകൾ കടന്നു വരാതിരിക്കാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു വരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇന്ന് പലതരത്തിൽ നമുക്കറിയാം സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയൊക്കെ തകരാറിലാക്കുന്ന തരത്തിലാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓഫാക്കി വരികയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇടയ്ക്ക് അവിടെ ഇരുന്ന് ഇത് ബെല്ലടിക്കുമ്പോൾ മറ്റു പലരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ അത് തകരാറുണ്ടാക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഓരോ ദിവസവും അച്ഛൻ ഇത് പറയാനിടയാകരുത്, നമ്മൾ ഓരോരുത്തരും മറന്നു പോകും. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഒന്ന് ഓർത്ത്, പ്രിയമക്കളെ, നമ്മൾ ഇനി മുതൽ ഇനി പ്രാർത്ഥനയ്ക്ക് വരുമ്പം നമ്മൾ ഇങ്ങോട്ട് കയറുമ്പം താഴേന്ന് വരുമ്പോഴേ നമ്മൾ ഇവിടെ ഒന്ന് എഴുതി വെക്കാമെങ്കിൽ, വിൽസം ബ്രദറൊന്ന് എഴുതി വെക്കാമെങ്കിൽ നന്നായിരിക്കും. മൊബൈൽ ഫോൺ ഓഫാക്കുക എന്ന് അവിടെ ഒന്നൊരു ബോർഡ് എഴുതി വെക്കാൻ നല്ലതാണ്. പലരും മറന്നു പോകുന്നതുകൊണ്ടാണ്. അത് നമ്മളിവിടെ വന്നാൽ തമ്പുരാൻ്റെ സന്നിധിയിൽ എന്തും വരട്ടെ, ഇനി ഇത് കഴിയുന്നിടം വരെ 2 മണിക്കൂർ നേരം ഞാൻ ലോകത്തിലല്ല, യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കണം. മറ്റു സ്വരങ്ങൾ, ഇന്ന് ലോകത്തിൽ ഒരുപാട് സ്വരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് കുറച്ച് സമയം വേറൊന്നും കേൾക്കണ്ട. എനിക്കെൻ്റെ യേശുവിനെ കേട്ടാൽ മതി, യേശുവിൻ്റെ സ്വരം മനസ്സിലാക്കിയാൽ മതി, യേശുവിന് എൻ്റെ ജീവിതത്തെ ഞാൻ മുഴുവനായിട്ട് അർപ്പിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഈ പ്രാർത്ഥനയുടെ ഈ മണിക്കൂറുകൾ ദൈവതൃക്കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ വീട്ടിൽ നിന്ന് പോന്നെങ്കിൽ എൻ്റെ വീടിനെ ഞാൻ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നോക്കാൻ കഴിവുള്ള ആ പൊന്നു തമ്പുരാൻ നമ്മുടെ വീടിനെ കാത്തു പരിപാലിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും എല്ലാത്തിനെയും ദൈവം നോക്കിക്കൊള്ളും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരെത്ര കിടന്ന് പണിതാലും കാര്യമില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരെ ഉറക്കമൊഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ദൈവം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വീടിനെയും നമ്മുടെ എല്ലാത്തിനെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആകുലതകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അച്ഛനുണ്ട്. ഈ വിധത്തിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ, എനിക്കറിയാം, ആളുകൾ പറഞ്ഞ ഒരു സഹോദരൻ പങ്കുവെച്ചൊരു സംഭവം ഞാൻ ഓർക്കുക. ഒരിക്കൽ ഒരു ഇടവകയിൽ അദ്ദേഹം രാത്രി മുഴുവൻ ഉറക്കാച്ച് പന്നി ഓടിക്കാൻ വേണ്ടി നോക്കി. കുറച്ച് സമയം ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് പന്നി വന്ന് കപ്പയെല്ലാം മറിച്ചിട്ട് തിന്നു.
പ്രിയപ്പെട്ടവരെ, പിന്നീട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിശുദ്ധ ബലിയെ സംബന്ധിച്ച് ദൈവത്തെ ഏൽപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഈ വർഷം എനിക്ക് തീറ്റ കഴിഞ്ഞ് 8-10 ചാക്ക് കപ്പ ഉണങ്ങി വിൽക്കാൻ സാധിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ തൻ്റെ വിശുദ്ധ ദൂതന്മാരെയൊക്കെ അയച്ച് നമുക്ക് സംരക്ഷണമൊക്കെ നൽകും. ഇത് ദൈവത്തിൻ്റെ അത്ഭുതം. അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് നമുക്ക്. അതുകൊണ്ട് ആ നല്ല തമ്പുരാന്, നമ്മളെ രൂപപ്പെടുത്തിയ നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തിന്, നമ്മൾ മരണം വരെ അവൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവം നമ്മളെ ഇപ്പോൾ വലിയ അഭിഷേകം നൽകി ശക്തിപ്പെടുത്താനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.